വെൽക്കം ടു രൂപാസ് കിച്ചൻ. ഇന്ന് നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചിക്കൻ പെരട്ട് തോറ്റു പോകും അതുപോലൊരു നമ്മളിപ്പോൾ വാഴപ്പൂ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ വാഴപ്പൂവാണെന്നേ പറയത്തില്ല. ഓക്കെ, അത്രയ്ക്ക് ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. സാമാന്യം വലിയ ഒരു വാഴപ്പൂ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ. വാഴപ്പൂ വന്നിട്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ ഇത് നമുക്ക് ഉണ്ടാക്കാം. പല റെസിപ്പീസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. വാഴപ്പൂ വട, തോരൻ, അതുപോലെ പരിപ്പും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് കട്ട് ചെയ്തേക്കാം. ഇതിപ്പോൾ ക്ലീൻ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുകയാണേ. കണ്ടോ, അകത്തുള്ള ഈ ഭാഗമൊക്കെ നമ്മൾ മാറ്റിയേക്കണം. ഈ വാഴപ്പൂവിൻ്റെ ഈ ഭാഗം പോലും കളയണ്ട കേട്ടോ. ഇത് നമുക്ക് വേവിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാം. അത്രയ്ക്ക് ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അത് ഇനിയൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ അതെടുക്കുന്നില്ല. കണ്ടോ, ഇതുപോലെ നല്ല ഫ്രഷായിട്ടുള്ളതാണേ. മാക്സിമം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ചിലരാണെങ്കിൽ ഇതിനകത്തുള്ള ആ വെളുത്ത ഭാഗം മാത്രമേ എടുക്കത്തുള്ളൂ. ചിലരാണെങ്കിൽ കുറച്ച് ചുവന്ന ഭാഗം കൂടെ ചേർത്തെടുക്കും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തോളാം. നല്ല ഫ്രഷ് ആയതുകൊണ്ട് കുറച്ച് ചുവന്ന ഭാഗം കൂടെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ അത് നമുക്ക് അതിൻ്റെ ഈ ഭാഗമൊക്കെ ഒന്ന് മാറ്റാം. കുറച്ചുകൂടെ മാറ്റാം. അപ്പം ഞാൻ ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടും കൂടെ ഇനി കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമുക്ക് തീരെ കുഞ്ഞു കുഞ്ഞായിട്ട് തോരന് കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ സവാളയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കുറച്ച് സാമാന്യം വലിയ പീസായാലും പ്രശ്നമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, നല്ല ഫ്രഷാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഇങ്ങനെ നെടുകെ കീറിയിട്ട് കട്ട് ചെയ്തേക്കാം. ഇത്രയും വലിപ്പത്തിന് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ട് 1 മിനിറ്റ് പോലും ആവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ശകലം വെളിച്ചെണ്ണ നമ്മൾ പുരട്ടിയിട്ട് ഒന്ന് ഞെരടി എടുക്കാം. അപ്പോൾ അതിലുള്ള കറയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ആദ്യമേ തന്നെ ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ പുരട്ടിയിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തീരെ കറയാവത്തില്ല. ഇങ്ങനെയും ചെയ്യാം. അപ്പം ഇങ്ങനെ പുരട്ടുമ്പോൾ അതിലുള്ള കറ കംപ്ലീറ്റ് പോയി കിട്ടും. കയ്യിലും വലുതായിട്ട് കറയൊന്നും ആകത്തില്ല. ഇച്ചിരി വലിയ പീസ് ഇടയിൽ കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടേക്കാം. തീരെ വലുതായിരുന്നെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതിനായിട്ട് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ശകലം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതം വരും. പച്ചമുളക് 2 എണ്ണം ചേർക്കാം. സവാള വന്നിട്ട് 1 എണ്ണം പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. മീഡിയം സൈസ് 1 എണ്ണം മതി. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചേക്കാം. ഇനിയിപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നു. എണ്ണയൊന്ന് ചൂടാകട്ടെ. എണ്ണയൊന്ന് ചൂടായ ഉടനെ നമുക്കിതിൽ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്,
പിന്നെ വന്നിട്ട് വറ്റൽമുളക് ഒരെണ്ണം, തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കാം. അതിൻ്റെ പച്ചമണം ചെറുതായിട്ടൊന്നും പോകണം, അത്രയേ ഉള്ളൂ. തീരെ ചോമിക്കണമെന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, അത് ചേർത്തേക്കാം. അതും ചേർത്ത് വഴട്ടിയേക്കാം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചോളാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വാഴപ്പൂ ഇട്ട് കൊടുക്കുന്നു. അതായത് സവോള വന്നിട്ട് തീരെ ചോമിപ്പിച്ച് വഴട്ടണമെന്നില്ല, ഒരു അരഭാഗം വേണ്ട കിട്ടിയാൽ മതി. നമ്മളിതിൻ്റെ കൂടെ തന്നെ കിടന്നത് വീണ്ടും വേകും. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം. ഇത് വേകാനായിട്ട് കൂടുതൽ സമയമൊന്നും ആവത്തില്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ചേർത്തു. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം, 1 ടീസ്പൂൺ. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. ഇത് നമ്മൾ ഇറച്ചിക്കറിയുടെ രൂപത്തിൽ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്, അത് കാരണം നമുക്ക് മല്ലിപ്പൊടിയുടെ ആവശ്യമുണ്ട്. ഉപ്പ് ചേർത്തു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പും മസാലകളും എല്ലാം കൂടെ നമ്മുടെ വാഴപ്പൂവിൽ പിടിച്ച് കിട്ടണം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർക്കണം. കുറച്ച് വെള്ളം എടുത്ത് കുടഞ്ഞു കൊടുത്താലും മതി. ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലായിട്ടില്ല വേകാനേ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഓരോ സ്റ്റൗ ഓരോ രീതിയിലുള്ള ചൂടാണ്, അത് നോക്കി വെച്ചോണം. നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് പിടിച്ചു പോകരുതേ. അപ്പോൾ കണ്ടോ, നമ്മുടെ വാഴപ്പൂ കൊണ്ടുള്ള നമ്മുടെ റെസിപ്പി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോഴേ ആരും കണ്ടുപിടിക്കത്തില്ല വാഴപ്പൂ ആണെന്നുള്ളത്, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതുകൊണ്ട് നമുക്ക് പല ടൈപ്പിലുള്ള റെസിപ്പീസും ഉണ്ടാക്കാം. അപ്പോൾ അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണം കേട്ടോ. വെള്ളം ചേർക്കാത്തതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണം. ഇപ്പോൾ ഇത് 3/4 ഭാഗമേ വെന്തിട്ടുള്ളൂ, കുറച്ചുകൂടെ വേകാനുണ്ട്. മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചേർത്തില്ലേ, അതിൻ്റെയൊക്കെ നല്ലൊരു മണമുണ്ട്. അപ്പോൾ നമ്മുടെ വാഴപ്പൂവൊക്കെ വെന്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഗരം മസാല പൗഡറും പെപ്പർ പൗഡറും അവസാനം ചേർക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ചിക്കൻ പെരട്ടിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്, മണവും എല്ലാം കിട്ടുന്നത്. 1 മിനിറ്റ് ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം.
ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഉപ്പൊക്കെ നോക്കിക്കോണേ, എരിവൊക്കെ കറക്റ്റായിരിക്കും. നമ്മുടെ വാഴപ്പൂ കൊണ്ടുള്ള പെരട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. കണ്ടോ, അടിപൊളിയായിട്ടുള്ള നമ്മുടെ വാഴപ്പൂ പെരട്ട്, ചിക്കൻ പെരട്ട് പോലത്തെ തന്നെ വാഴപ്പൂ പെരട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടുന്നതാണ് ഈ വാഴപ്പൂ എന്നുള്ളത്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. ദോശയ്ക്ക് ചപ്പാത്തിക്ക് ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.